ഇപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് സാന്നിധ്യത്തിൽ ഒന്ന് കയറണമേ എന്ന്, ആ സാന്നിധ്യത്തിൽ ഒന്ന് ജീവിക്കണമേ എന്ന്, എൻ്റെ പണ്ടത്തെ സന്തോഷത്തിലേക്കൊന്ന് മടങ്ങി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. എന്താ പറ്റാത്ത? സ്വത്രം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള ഫ്രീഡം, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം, പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പ് നമ്മൾ പലതും നമ്മുടെ ബുദ്ധി കൊണ്ട്, ജഡം കൊണ്ട് അതിനെ മാറ്റി. സ്വത്രം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്വത്രം ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സമയത്ത് ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറയാറുള്ളത്, ഇവിടുത്തെ ബട്ടൺസ് ഇവിടെ, ഇവിടുത്തെ ബട്ടൺസ് അവിടെ ഇടും. ആമേ സ്വത്രം. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആമേ കയറി ഇറങ്ങി പോകുമ്പോൾ ചില കുഞ്ഞുങ്ങളോട് പറയാം, ഇട്ട് തരാം. വേണ്ട, എനിക്കറിയാം. സ്വത്രം. ഇതേപോലെ പരിശുദ്ധാത്മാവ് അങ്ങനെയൊന്നും വേണ്ട, എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ആമേ കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ബഹളത്തിൻ്റെ ആത്മാവല്ലാത്തത് കൊണ്ട്, പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ട് അവൻ മാറി എന്നിട്ട് പറയും, എന്നോ നീ ഒന്ന് ചെയ്തു നോക്ക്, അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് ചെയ്തോ, ഞാൻ മാറി നിൽക്കാം. പക്ഷേ നമ്മുടെ ജീവിതം ആകെ പ്രതിസന്ധിയിലായി പോകും. അതുകൊണ്ട് ഒറ്റ കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ നമ്മളെ പൂർണ്ണമായി വിടുക, പരിശുദ്ധാത്മാവിനെ നമ്മളെ വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാകുക. എൻ്റെ